ബി.ജെ.പിയുടെ വളർച്ച ആർക്കായിരിക്കും ഏറ്റവും വലിയ ഭീഷണി കേരളത്തിൽ? അല്ല, ബി.ജെ.പിയുടെ വളർച്ച രണ്ടു കൂട്ടർക്കും ഭീഷണിയാണ്. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, കോൺഗ്രസും ഇടതുപക്ഷവും രണ്ടുപേരും നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണ്. അത് ഞാൻ ആദ്യം പറയുന്ന ഒരാളാണ്. ഇടതുപക്ഷത്തിനെ വിമർശിക്കുമ്പോഴും പിണറായി സർക്കാരിനെ അതിനിശ്ചിതമായി വിമർശിക്കുമ്പോഴും ഇടതുപക്ഷവും കോൺഗ്രസ് ഉൾപ്പെടുന്ന UDFും കേരളത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഈ രണ്ടിലൊരു കൂട്ടം ദുർബലപ്പെട്ടാൽ അവിടെ BJP കയറും എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് അവർ കയറി വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ ഈ ഇലക്ഷനിൽ കാണാൻ കഴിയും. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ അവർ വിജയിച്ചത് മാത്രമല്ല, ഏതാണ്ട് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് തിരുവനന്തപുരം അവർക്ക് നഷ്ടം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി 5 വർഷം പ്രവർത്തിച്ചു എന്ന് വിചാരിച്ചു. ഒരു മാസം മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ. അതെ, രാജീവ് ചന്ദ്രശേഖരനെ ആരാം തിരുവനന്തപുരത്തുകാർക്കും അറിയില്ല, കേരളത്തിലാർക്കും അറിയില്ല. അദ്ദേഹം മലയാളിയാണെന്ന് തന്നെ അദ്ദേഹം കാൻഡിഡേറ്റ് ആയപ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു താഴെത്തട്ടിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി. ഈ മൈനസൊക്കെ ഉണ്ടായിട്ടും 16,000 വോട്ട് ഡിഫറൻസേ ഉള്ളൂ. അതിലേറെ ഒരു അപകടമുണ്ട്. ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുമ്പ് രാജപോലെ തോൽക്കാൻ കാരണം എന്താ അറിയോ? നെയ്യാറ്റിൻകരയിലും കോവളത്തും പാറശാലയിലും അദ്ദേഹം 3-ാം സ്ഥാനത്ത് പോയി. എന്ന് ഞാനിവിടെ MLA ആണല്ലോ, എനിക്കറിയാമല്ലോ. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നേമം, കഴക്കൂട്ടം 4ഇടത്ത് രാജഗോപാൽ 1-ാം സ്ഥാനത്ത്. പക്ഷേ 3ഇടത്ത് 3-ാം സ്ഥാനത്ത് പോയപ്പോഴാണ് 15,000 വോട്ടിന് തെരൂര് ജയിക്കുന്നത്. ഇത്തവണ പാറശാല ഒഴിച്ചുള്ള ഈ കോവളവും നെയ്യാറ്റിൻകരയും 2-ാം സ്ഥാനം രാജീവ് ചന്ദ്രശേഖർ വന്നു. അത് ഇതുവരെ ഉണ്ടാവാതെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഒന്നും കാണാത്ത പ്രവണതയാണ്. കുമ്മനം പോലും ഈ പറഞ്ഞ പോലെ കുമ്മനത്തിനാകെ നേമത്ത് മാത്രമേ ലീഡ് കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ 2019. പക്ഷെ അവിടെ അദ്ദേഹം 3-ാം സ്ഥാനത്ത് പോയി. ഈ 3 സ്ഥലത്തും ആ സ്ഥലത്താണ് ഇപ്പോൾ പാറശാല മാത്രമേ 1-ാം സ്ഥാനം 1-ലോ 2-ലോ വരാത്തുള്ളൂ BJP. ഇത് BJPയുടെ വിജയമായിട്ട് അംഗീകരിക്കാതെ ഇപ്പം നോക്കൂ, സുരേഷ് ഗോപി ആയതുകൊണ്ട് ജയിച്ചു എന്ന് അല്ല, ആ രീതിയിൽ ലാഘവത്തോടെ കാണേണ്ടതാണോ? അതല്ല. എന്തുകൊണ്ട് സമുദായങ്ങളുടെ വോട്ടുകൾ ചോർന്നു എന്നുള്ളത് മനസ്സിലാക്കി ആ ചോർച്ച അടയ്ക്കാൻ UDF മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വെറും ഒരു ഫിലിം സ്റ്റാറിൻ്റെ വിജയമായിട്ട് കാണരുത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെ ഈ നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് എത്തി? തിരുവനന്തപുരത്ത് ആലത്തൂര് 1,88,000 വോട്ടാണ് കിട്ടിയത്. അവരെ ടീച്ചറായിട്ട് റിട്ടയർ ചെയ്ത് എൻ്റെ പിറ്റേന്ന് നോമിനേഷൻ കൊടുത്തത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി സത്യത്തിൽ ആ റിസൾട്ടൊക്കെ. ഞാൻ വിചാരിച്ചത് ഒന്നും വേണ്ട, വടകരയിലത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ അങ്ങയുടെ നിയോജകമണ്ഡലം കൂടിയല്ലേ വടകര പാർലമെൻറ്റ്. കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചപ്പോൾ 85,000 വോട്ടാണ് BJPക്ക് കിട്ടിയത്. ഇത്തവണ ആ ചെറുപ്പക്കാരന് ഞാൻ അറിയ പോലും ഇല്ല ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടെന്ന്. 1.25 ലക്ഷം വോട്ടാണ് പിടിച്ചത്. അപ്പോൾ അതിനെ നമ്മൾ ചെറുതായി കാണരുത്. ഇപ്പോഴത്തെ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം ഒരു ആഗ്രഹം ഇന്ത്യയിൽ കോൺഗ്രസ് വരണം എന്നാണ്. അത് പണ്ട് കാലത്തെ ഉണ്ട്. 67 ഒഴികെ 2004 പരാജയം ഉണ്ടായെങ്കിലും അന്ന് ഇടതുപക്ഷം ശക്തമായിട്ട് UPA വന്നാൽ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണ്. അന്ന് ആൻ്റണി സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള വഴക്കുകളൊക്കെയാണ് കോൺഗ്രസിനോട് വിരോധം ജനത്തിനുണ്ടായിട്ട് LDFന് വോട്ട് കൊടുത്തു. പക്ഷേ LDF അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും എന്ന് ഇലക്ഷന് മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് സുർജിത്ത് പാർട്ടി സെക്രട്ടറി. പക്ഷേ അതുകൊണ്ടാണ് ഇത്തവണ ഇന്ത്യയിലെ കോൺഗ്രസ് വേണം, ഇടതുപക്ഷത്തിന് അവിടെ എന്താണ് പ്രസക്തി? മാത്രമല്ല അവർക്കൊരു സ്റ്റാൻഡില്ല. കേരളത്തിൽ കോൺഗ്രസ് ശത്രുവായിട്ട് കാണുന്നു, തമിഴ്നാട്ടിൽ മിത്രം, ബംഗാളിൽ മിത്രം, ത്രിപുരയിൽ മിത്രം, രാജസ്ഥാനിൽ മിത്രം, കേരളത്തിൽ മാത്രം ശത്രു എന്ന് പറയുമ്പോൾ ആ നയത്തിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഒരു കോൺഗ്രസ്സിന് തന്നെ എന്തിനാ ഈ കോൺഗ്രസ്സിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി പോയതിനെ എന്തിനാ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ നേരിട്ടങ്ങ് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ആ ഒരു വിജയമാണ് ഈ ലോക്സഭയിൽ ഉണ്ടായത്. പക്ഷെ അത് ശാശ്വതമല്ല എന്നുള്ള ചിന്താഗതി പാർട്ടിക്കാർക്ക് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.